ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സമിതിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി എനിക്ക് തോന്നിയത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖ തയ്യാറാക്കി നടപ്പാക്കാനുള്ള മുൻഗണനാക്രമം നിശ്ചയിക്കുമെന്ന് പറഞ്ഞതാണ്. അതായത് സർക്കാരിൻ്റെ പ്രയോറിറ്റീസ്, മുൻഗണനകൾ തെറ്റിപ്പോയതാണ് പ്രശ്നം എന്ന് CPM തിരിച്ചറിയുന്നു, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണോ? ഗൗതം മാസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തലക്കെട്ടിൽ വന്നിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞ മുഖ്യമന്ത്രി ശൈലി മാറ്റണോ എന്നൊരു ചോദ്യം പാർട്ടിയിൽ ഉയർന്നില്ല. അതുകൊണ്ട് തന്നെ അത് വേണ്ടതില്ല എന്നൊരു തീരുമാനമില്ല. ഓരോ തിരഞ്ഞെടുപ്പും ഒരു രാഷ്ട്രീയ സമരമാണ്. ആ സമരത്തിൻ്റെ ഫലം ആ രാഷ്ട്രീയ പാർട്ടികളും അതിൽ അംഗങ്ങളായവരും അതിൻ്റെ ഭരണ നേതൃത്വവും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സർക്കാരുമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പഠിക്കേണ്ട ധാരാളം പാഠങ്ങളുണ്ട്. അതിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതൊക്കെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പിന്നീടുമൊക്കെ ഉയർന്നു വന്ന നാനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊണ്ടത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ചർച്ചകൾ നടക്കുകയും പാർട്ടി അതുമായി ബന്ധപ്പെട്ട ധാരണകളിലെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗികമായ ഭാവപരിപാടികളിലേക്ക് പാർട്ടിയും സർക്കാരും കടക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. LDF സർക്കാരിന് എപ്പോഴും ഒരു അജണ്ടയുണ്ട്. കഴിഞ്ഞ ഒന്നാം സർക്കാരിന് ഒരു 600 അജണ്ട, അതിൽ 580 എണ്ണം നടപ്പാക്കി. അപ്പോൾ പ്രിയോറിറ്റികൾ അട്ടിമറിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് പ്രിയോറിറ്റികൾ അട്ടിമറിക്കപ്പെട്ടു എന്നൊരു പരാതിക്കിടയുണ്ടായില്ല. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഈ സർക്കാർ അങ്ങനെ മര്യാദയ്ക്ക് പ്രവർത്തിക്കേണ്ട, ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പ്രളയം, കോവിഡ്, നിപ്പ ഇതൊക്കെ വന്ന പോലെ തന്നെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹമാണ്, സാമ്പത്തിക ഉപരോധമാണ്. അതിന് കേരളത്തിലെ കോൺഗ്രസ് പിന്തുണ കൊടുത്തു. ഇതിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഞങ്ങൾക്ക് മുൻഗണനകൾ മാറ്റം വരുത്തേണ്ടി വരികയാണ്. ആ മാറ്റം വരുത്തുക എന്ന് ആലോചിക്കുന്നത് ഞങ്ങളിപ്പോൾ 900 കാര്യങ്ങളിൽ പറഞ്ഞതിൽ ഏതായിരിക്കും പ്രാമുഖ്യം കൊടുക്കുന്നത്? എല്ലാത്തിനും ഒരുപോലെ പ്രാമുഖ്യം കൊടുത്ത് ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ പറ്റുമോ? അതുകൊണ്ട് അടിയന്തരമായി സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തനം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് ഞങ്ങൾക്ക് വികസനം മതിയേ, നിങ്ങൾ വൻകിട പ്രൊജക്റ്റുകളൊക്കെ നിർത്തിവെച്ചിട്ട് ഈ പെൻഷനൊക്കെ ഒന്ന് കൊടുത്തു തീർക്കാൻ മേലെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെന്താ ബാക്കി വെക്കുന്നത്? അതൊരു ചോദ്യമാണ്. അപ്പോൾ ധാരാളം നേട്ടങ്ങളുള്ള പോലെ തന്നെ മുൻഗണനകൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ? എന്നാൽ ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വേറെ പരിപാടികൾ നടത്തുകയും ചെയ്യണം. ഇതാണ് കണ്ടൊരു കാര്യം. അല്ല, അവിടെ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാമ്പെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പല കാരണങ്ങൾ പറയുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന ആശ്വാസ നടപടികൾ ബാധിക്കപ്പെട്ടു, ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് CPM വിലയിരുത്തിയതാണല്ലോ. അത് എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാതായി എന്ന പ്രശ്നം എങ്ങനെ ഉണ്ടാവുന്നു? ഇപ്പോൾ അത് കേന്ദ്ര സർക്കാർ നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത് കൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാരണമാണോ? അല്ല. അപ്പോൾ പ്രയോറിറ്റികൾ ഞങ്ങൾ പുനർനിശ്ചയിക്കുമെന്ന് പറയുമ്പോൾ ഇനി പെൻഷൻ മുടങ്ങാതെ നോക്കും, അല്ലെങ്കിൽ ഇനി ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ നോക്കും, ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടും, ഇതാണോ ഉദ്ദേശിക്കുന്നത്? 100% അത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള ഏതെങ്കിലും സ്ഥിതിയല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ളത്. ഇന്ന് തന്നെ കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിൻ്റെ കണക്ക് പറഞ്ഞല്ലോ. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 89 മാസമായി. 1ഉം 2ഉം പിണറായി സർക്കാരിന് കൂടി. എത്രയാണ് കൊടുത്തത് പെൻഷൻ? 150 മാസത്തെ പെൻഷൻ കൊടുത്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശികയില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പെൻഷൻ ഉൾപ്പെടെ 150 മാസത്തെ പെൻഷൻ ഈ സർക്കാർ കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തല താഴ്ത്തി നിർത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോറായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗൗതം മാഷ് പറഞ്ഞു, അതുകൂടി നമ്മൾ പരിഗണിച്ച് പോകണം. ഒന്ന്, ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഫോക്കസ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുപോലുണ്ട്. അത് ഏതാണ്ട് നല്ല നിലയ്ക്ക് പിന്നോട്ടടിപ്പിക്കാനായി. അതിൽ കേരളത്തിൽ ഒന്നൊരു കളങ്കം, കേരളത്തിൽ ആദ്യമായി BJPക്ക് ലോകസഭയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. അതൊരു പ്രശ്നം തന്നെയാണ്. 2, നിങ്ങൾ BJPക്കെതിരായ സമരം നടത്തുമ്പോൾ ആ സമരത്തിൻ്റെ മുമ്പിൽ നിർത്തേണ്ടത് SDPI ആണോ, ജമായത്തെ ഇസ്ലാമിയാണോ, വെൽഫെയർ പാർട്ടിയാണോ?
ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരെയാണോ? അങ്ങനെ അവരെ മുൻനിർത്തിക്കൊണ്ട് UDF നടത്തിയിട്ടുള്ള ഇപ്പം നേടിയ നേട്ടം ആ നിലയിൽ പോയാൽ അത് BJPയെ കുറെ കൂടെ ശക്തിപ്പെടുത്തുകയല്ലേ? അപ്പോൾ BJPക്കെതിരായ കേരളത്തിൻ്റെ പ്രതിരോധത്തിനകത്ത് SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രതിരോധമല്ലേ മതനിരപേക്ഷ ശക്തികൾ നടത്തേണ്ടത് എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രശ്നം ഉയർത്തുന്നുണ്ട്. രണ്ടാമത് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താണ്? കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നവോത്ഥാന കാലം മുതൽ വികസിച്ചു വന്ന ഒരു പൗരമണ്ഡലമുണ്ട്, ഒരു പൊതുമണ്ഡലമുണ്ട്. ആ പൊതുമണ്ഡലമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ബോധം, ഇവിടുത്തെ ഇടതുപക്ഷ ബോധം, ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തുന്ന ബോധം. അതിനെ തിരാകരിക്കുന്ന വിധം നവോത്ഥാന പ്രസ്ഥാനങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയി RSSൻ്റെ ഭാഗമാക്കുന്ന ഒരു നീക്കം, അതിന് നേരിട്ട് SNDP രംഗത്തിറങ്ങി, അല്ലെങ്കിൽ SNDP ഉപയോഗിക്കപ്പെട്ടു. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത്തരമൊരു കാര്യം ഞങ്ങൾ പരസ്യമായി ഉന്നയിക്കുമ്പോൾ അത് പറയാൻ കോൺഗ്രസ്സിന് തൻ്റെ ഇടമുണ്ടോ? SNDP ഇപ്രകാരം BDJSൻ്റെ മറവിൽ ഒരു സംഘടനാ ശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടുന്നത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിട്ട് കൂടി അത് നിർവഹിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? BJP ഉണ്ടാക്കുന്ന നേട്ടങ്ങളുടെ പിന്നിൽ കേന്ദ്രാധികാരമുണ്ട്. ആ അധികാരത്തിൽ കേരളത്തിലെ സർക്കാരിനെ തകർക്കാനുള്ള ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. മറുഭാഗത്ത് എന്താണ്? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കടന്നു വന്ന് സക്സേന എന്ന് പറയുന്ന ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിൻ്റെ ഭാഗമായി പരസ്യമായി തന്നെ ഇപ്പോൾ BJPയിൽ ചേർന്നിട്ടുള്ള പഴയൊരു നേതാവ് തന്നെ പറയുന്നത്, നിങ്ങളുടെ വിദേശ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ, എന്ത് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ, ഈ തടസ്സം ഞങ്ങൾ മാറ്റിത്തരില്ലേ? ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലും പലരും പ്രവർത്തിച്ചത്. ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട്, ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ചാക്കിൽ കയറ്റുന്ന, ഭയത്തിൻ്റെ ഭാഗമായി സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന BJPയുടെ രാഷ്ട്രീയം. സുരേഷ് ഗോപിയൊക്കെ ഒരു മുഖം മൂടിയാണ്. ആ മുഖം മൂടിയ മുന്നിൽ ഭയമാണ്. ആ ഭയത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, കേന്ദ്രാധികാരത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആ അധികാരത്തെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ BJP കേരളത്തെ പരീക്ഷണശാലയാക്കുമ്പോൾ ഇതിനെതിരായ സർവ്വതല സ്പർശിയായ സമരത്തിന് ഞങ്ങൾ മുൻനിൽക്കും. ശരി, UDF എന്ത് വഹിക്കും എന്നുള്ള ചോദ്യവും ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. ശരി, അതാണ് CPM ഉയർത്തുന്ന കാര്യങ്ങൾ.